അത് കൂടെ അങ്ങോട്ട് എടുത്തു. ആദിവാസി ഊരിലേക്ക് കുറെ നടക്കാനുണ്ടെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ ആരും ഇത്രയും അധികം നടക്കാനുണ്ടെന്ന് വിചാരിച്ചിട്ടില്ല. വിപിനും വിഷ്ണുവും വരുന്നില്ലെന്ന് പറഞ്ഞതായിരുന്നു. ഞാൻ നിർബന്ധിച്ചിട്ടാണ് രണ്ടുപേരും വന്നത്. ഞങ്ങൾ നടന്നങ്ങ് മുൻപേ പോയി. ബാക്കിയുള്ളവരെല്ലാം പതുക്കെ പതുക്കെ പുറകെ വരുന്നുണ്ട്. ഈ ഭാഗത്തൊക്കെ ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ടുണ്ടോയെന്ന് അറിയില്ല. ഇവിടെയൊക്കെ നല്ല കുത്തനെയുള്ള ഇറക്കമാണ്. അത് പോകാൻ വേണ്ടി നല്ല വെട്ടി വെട്ടി ഇട്ടേക്കുവാണ്. ഇവിടെ മുഴുവൻ തേയിലത്തോട്ടങ്ങളാണ്. ഇതൊക്കെ നേരിട്ട് വന്ന് കാണേണ്ട കാഴ്ചയാണ്. ഈ ചേട്ടനാണ് ഞങ്ങളെ ആദിവാസി ഊരിലോട്ട് കൊണ്ടുപോകുന്നത്. ഇതാണ് ഊരുമൂപ്പൻ. അൽബർഗ് വിഷ്ണുവിന് മൂപ്പനുമായിട്ടൊരു ഫോട്ടോ എടുക്കണമെന്ന്. ഈ ആദിവാസി ഊരി കുറെ പട്ടികളുണ്ട്. ഇവർ വളർത്തുന്നതാണ്. പുറത്തുനിന്ന് ആര് വന്നാലും നല്ല ബഹളമാണ്. ഇവരുപയോഗിക്കുന്ന ചെറിയൊരു അടുക്കളയാണ്. ഇവിടെ കുറെ കുരുമുളകും കാപ്പിയൊക്കെ ഇവർ വളർത്തുന്നുണ്ട്. വിവോ X70 Pro Plus ക്യാമറ സൂം നമുക്ക് നോക്കാം. ഇങ്ങോട്ട് വെള്ളം കയറും. വെള്ളം തന്നെ കയറൂ. ആണോ? എല്ലാവരും നടന്ന് കുഴഞ്ഞ്. ചേച്ചിയൊക്കെ ഇനി ഈ ജന്മത്തിൽ ഒഴുകി വരത്തില്ല. അവിടെ താഴത്തെ പൈസ കുഴഞ്ഞു. ഇവിടുന്ന് കറണ്ട് വന്നില്ല, ഊരി കൊണ്ടുപോയി ഇവര് കറണ്ട് ചാർജ് അടച്ചില്ലെന്നും പറഞ്ഞ് KCBക്കാർ മീറ്റർ വരെ വന്ന് ഊരിക്കൊണ്ടുപോയി. ചേച്ചി അങ്ങോട്ട് ചെല്ലണം. അവിടെ ഡ്രസ്സൊക്കെ ഉണ്ട് കേട്ടോ, കുപ്പായൊക്കെ ഉണ്ട്. വാങ്ങാൻ അങ്ങോട്ട് ചെല്ലണം കേട്ടോ. കട്ടിയായതുകൊണ്ട് അവരിങ്ങോട്ട് വരാത്ത. കുരുമുളക് താഴെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെ കാണിക്കാൻ ഈ ചേട്ടൻ വിളിച്ചിട്ട് പോകുന്നതാണ്. വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട് മാത്രം കേൾക്കാം, നേരെ ഒന്നും കാണാനൊന്നും പറ്റത്തില്ല. തോടുകളിലൊക്കെ ഭയങ്കര വലിയ മീനുണ്ടെന്നാണ്. തോടുകളിലെ അവിടെ പെൺകുട്ടികളെ
കാലിത്തൊടുത്ത് പോലെ കാണുന്ന ഈ ഷെഡിൻ്റെ അകത്ത് ഒരു ചേട്ടൻ താമസിക്കുന്നുണ്ട്. ഇവരുടെ കയ്യിലുണ്ടായിരുന്ന കുരുമുളക് മൊത്തം വില കൊടുത്ത് ഞങ്ങളങ്ങ് മേടിച്ച്. ഇവർക്ക് വസ്ത്രങ്ങളല്ല ഭക്ഷണ സാധനങ്ങളാണ് അത്യാവശ്യം എന്ന് ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. അടുത്ത പ്രാവശ്യം തീർച്ചയായിട്ടും ഭക്ഷണ സാധനങ്ങളായിട്ട് വരണമെന്ന് എല്ലാവരും തീരുമാനിച്ചു. ഇത് ഇവിടെയുള്ള ഒരു ഗ്ലാസ് ബ്രിഡ്ജാണ്. ആളുകളൊന്നും അങ്ങനെ അധികം ഇല്ല. ഇത് ഇവിടുത്തെ ഒരു തമിഴ് സ്കൂളായിരുന്നു. ഇവിടെ ഇപ്പം അത് പ്രവർത്തിക്കുന്നൊന്നുമില്ല. പിന്നെ ചില സിനിമയൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ. എന്താ പറയാ, നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു വലിയ സഹായമായിട്ടാണ് ഇവിടെ വന്നത്. ഇല്ല, 2 കോളനി മാത്രമേ പോയുള്ളൂ. ബാക്കിയുള്ള രാവിലെ ഇറക്കുമുള്ളിൽ പോയി കണ്ടില്ല. അവിടുത്തെ അവസ്ഥ ഉണ്ടല്ലേ, എല്ലായിടത്തും നേരിട്ട് പോയിട്ട് തുണികൾ കൊടുക്കാൻ കഴിഞ്ഞില്ല. ബാക്കിയുള്ള തുണി വെള്ളാർമല സ്കൂളിൽ ഉണ്ണിസാറിനെ ഏൽപ്പിച്ച്. പൂർത്തിയായതിനു ശേഷം നമ്മൾ തിരികെ മടങ്ങുകയാണ്. അങ്ങനെ മടങ്ങുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ അടയാളപ്പെടുത്തേണ്ട ചില കാര്യങ്ങളും ചില വ്യക്തികളുമുണ്ട്.
എന്റെ നാട് കബരിനാട് വയനാട് ഈ വയനാട്